സംഗീത സംവിധായകൻ മഹേന്ദ്രന്റെയും ഭദ്ര മഹേന്ദ്രന്റെയും മൂത്ത മകൾ അപർണയുടെ പ്രതിശ്രുത വരൻ ജൂഡ് സേവ്യർ കൊല്ലപ്പെടുന്നു. ആ വിവാഹത്തിന് ആദ്യം മുതൽക്കേ എതിർത്തിരുന്ന ഭദ്രയെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശ്രീറാം ചന്ദ്രശേഖർ അറസ്റ്റ് ചെയ്യാനായി വരുന്നു. ഭദ്രയുടെ ഇളയ മകൾ ഗീതികയെ ജൂഡ് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വയരക്ഷയ്ക്കായി ഗീതികയ്ക്ക് അവനെ കൊല്ലേണ്ടി വന്നതാണെന്ന് ഭദ്രയിൽ നിന്നും മനസ്സിലാക്കുന്ന ശ്രീറാം. പക്ഷേ അയാൾ ആ വിവരങ്ങൾ ആരോടും വെളിപ്പെടുത്തുന്നില്ല. ഗീതികയെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. മറ്റു ചിലരുടെ ബാഹ്യ ഇടപെടലുകളാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് അദ്ദേഹം സംശയിക്കുന്നു. ജൂഡിന്റെ സഹോദരി ട്രീസയോടും പിതൃ സഹോദരൻ സേവിയറോടൊപ്പവും ചേർന്ന് ജൂഡിന്റെ മരണത്തിന്റെ പേരിൽ സ്വന്തം കുടുംബത്തിനെതിരെ കലാപക്കൊടി ഉയർത്തുന്ന അപർണ. പക്ഷെ ട്രീസയുടെ യഥാർത്ഥ സഹോദരനല്ല ജൂഡെന്ന് മനസ്സിലാക്കുന്ന ശ്രീറാം ജൂഡിന്റെ മരിച്ചുപോയ അച്ഛൻ അവകാശപ്പെട്ട സ്വത്തിനു വേണ്ടി ട്രീസയും ട്രീസയുടെ യഥാർത്ഥ പിതാവായ സേവിയറും ചേർന്ന് അവനെ അപായപ്പെടുത്തി കാണുമെന്ന് സംശയിക്കുന്നു. ഇപ്പോൾ അപർണയുടെ വയറ്റിൽ വളരുന്ന ജൂഡിന്റെ കുഞ്ഞിനെയും ഇതേ കാരണത്താൽ അവർ നശിപ്പിച്ചേക്കാം. ജൂഡിന്റെ അച്ഛൻ ജോൺ സേവിയർ ആണ് അപർണയുടെ യഥാർത്ഥ പിതാവെന്നും അയാളായിരുന്നു തന്റെ ആദ്യ കാമുകനെന്നും മഹേന്ദ്രനോട് പറയുന്ന ഭദ്ര. അവർ അർദ്ധ സഹോദരങ്ങളാണെന്ന് അറിയാവുന്ന ഏക വ്യക്തി എന്ന നിലയിൽ ആ ബന്ധം ഭദ്രയ്ക്ക് അംഗീകരിക്കാനാവുന്നില്ല. മരിച്ചുപോയ സ്വന്തം കാമുകൻ ജോൺ സേവിയറിന്റെ സഹോദരൻ കൂടിയായ തോമസ് സേവിയറിനോട് ഭദ്ര അക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. സേവിയറിന്റെ നിർദ്ദേശപ്രകാരം വിവാഹം വേറെ രീതിയിൽ മുടക്കുമെന്ന് അയാളിൽ നിന്നും ഉറപ്പ് ലഭിച്ചതിനാലാണ് അന്ന് ഈ വിവാഹത്തിന് സമ്മതിച്ചതായി തനിക്ക് അഭിനയിക്കേണ്ടി വന്നതെന്ന ഭദ്രയുടെ വാക്കുകൾ മഹേന്ദ്രന് ഷോക്കാവുന്നു. ശ്രീറാമിന്റെ നിർദ്ദേശപ്രകാരം മീനാക്ഷി ട്രീസയോട് സൗഹൃദം അഭിനയിക്കുന്നു. അങ്ങനെ അപ്പുവിനെ തന്നോടൊപ്പം മുകുന്ദന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന മീനാക്ഷി. ജോൺ സേവിയർ ആണ് അപർണയുടെ അച്ഛൻ എന്ന വിവരം ഭദ്ര തന്നോട് നേരത്തെ പറഞ്ഞു എന്ന വസ്തുത പാടെ നിഷേധിക്കുന്ന സേവിയർ മഹേന്ദ്രനെ ഇത് വീണ്ടും ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. പക്ഷേ ഇതിനിടയിൽ മഹേന്ദ്രന്റെ മരിച്ചുപോയ അനിയനും മീനാക്ഷിയുടെ അച്ഛനുമായ രവീന്ദ്രനാകാം ഭദ്രയുടെ പൂർവ്വ കാമുകനെന്ന സംശയം പ്രകടിപ്പിക്കുന്ന മുകുന്ദൻ. ഈ സംശയം കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭദ്രയ്ക്കെതിരെ ഈ കഥ ഒരായുധമാക്കാമെന്ന് തീരുമാനിക്കുന്ന ട്രീസയും സേവിയറും. മുകുന്ദനും സേവിയറും പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥയിൽ മനസ്സ് പതറുന്ന മഹേന്ദ്രനും ഭദ്രയും തമ്മിൽ വഴക്കുണ്ടാകുന്നു. മഹേന്ദ്രൻ വീട് വിട്ടിറങ്ങുന്നു. ഒറ്റപ്പെടുന്ന മഹേന്ദ്രനെ തങ്ങളുടെ പക്ഷത്താക്കുന്ന സേവിയറും ട്രീസയും. ട്രീസ ഏർപ്പെടുത്തിയ വാടക വീട്ടിലേക്ക് താമസം മാറുന്ന മഹേന്ദ്രൻ. ഭദ്രയുടെ പഴയ സുഹൃത്തുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനല്ല ഭദ്രയുടെ പൂർവ്വ കാമുകനെന്നറിയുന്ന ശ്രീറാം ആ വിവരം മീനാക്ഷിയോട് മാത്രം പങ്കുവെക്കുന്നു. അപ്പുവിന്റെ പ്രസവ സമയം അവളുടെയും കുഞ്ഞിന്റെയും ജീവൻ എടുക്കാൻ ഡോക്ടർ പത്മ ശ്രമിക്കുമെന്ന് മനസ്സിലാക്കിയ ശ്രീറാം അപ്പുവിന് വേണ്ടി കനത്ത രക്ഷാവലയം ഒരുക്കുന്നു. പ്രസവ സമയം ട്രീസയും സേവിയറും ചേർന്ന് തന്നെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അപ്പു. അവൾക്കത് വലിയ നടുക്കമാകുന്നു. പക്ഷേ ശ്രീറാമിന്റെ ഇടപെടൽ കൊണ്ട് അപ്പുവിന്റെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷപ്പെടുന്നു. ട്രീസയുടെ മുന്നിൽ അവൾ പഴയ സൗഹൃദം അഭിനയിക്കുന്നു. ഇതിനിടയിൽ ഭദ്രയും ഗീതികയും ചേർന്ന് ശ്രീറാമിന് കൈമാറിയ ഗീതികയുടെ പഴയ സിം കാർഡിൽ നിന്ന് ഗീതികയുമായി മറ്റൊരു പേരിൽ ബന്ധപ്പെട്ടിരുന്ന ജൂഡിന്റെ സിം കാർഡിലെ വിവരങ്ങൾ ശ്രീറാം മനസ്സിലാക്കുന്നു. ജൂഡ് നിരവധി പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്ന മാനസിക വൈകൃതത്തിന് അടിമയാണെന്ന് തിരിച്ചറിയുന്നു. ട്രീസയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയ അപ്പു വഴി ട്രീസയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാമെന്ന് കരുതിയ ശ്രീറാമിനെ ഞെട്ടിച്ചുകൊണ്ട് ചില പുതിയ വിവരങ്ങൾ വെളിപ്പെടുന്നു. ജൂഡുമായി അപ്പു രാത്രി ചിലവഴിച്ചു എന്ന് പറയപ്പെടുന്ന കന്യാകുമാരിയിലെ ഹോട്ടൽ മുറിയിൽ അന്ന് രാത്രി നടന്ന റെയ്ഡിൽ അപ്പുവിനോടൊപ്പം അറസ്റ്റിലായത് അരവിന്ദ് നായർ എന്ന അവളുടെ ക്ലാസ്മേറ്റും സുഹൃത്തുമാണ്. അത് യാദൃച്ഛികമെന്ന് പറയുന്ന അപ്പുവിനെ നിഷേധിച്ചുകൊണ്ട് വ്യത്യസ്തമായ മൊഴി നൽകുന്ന അരവിന്ദ്. സംശയത്തിന്റെ നിഴലിലേക്ക് അപ്പു നീങ്ങുന്നത് അസ്വസ്ഥതയോടെ കാണുന്ന ശ്രീറാം. തുടർന്ന് കാണുക. ഈ സൈൻ ആരുടേതാ? എന്റേത് സർ. ഇതോ? ഇയാളുടെ സൈനല്ലേ? പറയേ. അതെ.
ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി 2014 ഒക്ടോബർ 27 കന്യാകുമാരി പോലീസ് സ്റ്റേഷൻ SI നാഗരാജന്റെ മുന്നിൽ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു സാക്ഷ്യപത്രമാണ് അല്ലേ? ശരിയല്ലേ പറഞ്ഞ? എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നറിയോ? ഞാൻ ചുരുക്കി പറയാം. തിരുവനന്തപുരം ജില്ലയിൽ മൽഹാർ വീട്ടിൽ 23 വയസ്സുള്ള അപർണയും തിരുവനന്തപുരം സാന്ദ്ര ഹൗസിൽ 25 വയസ്സുള്ള അരവിന്ദും കൂടി ഒപ്പിട്ട് കൊടുത്തത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ പ്രേമിക്കുന്നവരാണ്, വീട്ടുകാരെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു. സർ, അങ്ങനെയൊന്നും അല്ല സർ. ഇതാണോ മുമ്പ് പറഞ്ഞ നല്ല ഫ്രണ്ടിന്റെ ഡെഫിനിഷൻ? അറിയാഞ്ഞിട്ട് ചോദിക്കാം. സർ, പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി പോയി സർ. അപ്പതേ ഇവനാ പറഞ്ഞത് തൽക്കാലം ഇങ്ങനൊക്കെ പറഞ്ഞാ മതിയെന്ന്. ഞാൻ വേണ്ടെന്ന് കുറെ പറഞ്ഞതാ. ഇവന്റെ നിർബന്ധമായിരുന്നു. ഞാൻ ജൂഡിനെ വിളിക്കാം, ഉള്ള കാര്യം നമുക്ക് പോലീസിനോട് പറയാന്ന് ഞാൻ പറഞ്ഞതാ. അരവിന്ദ് പറഞ്ഞ കാര്യം അപ്പോ അതേപടി അനുസരിച്ചു. അതേ അപ്പോ ചെയ്തുള്ളൂ സർ. പക്ഷെ ജൂഡ് കൂടി വന്ന 2 പയ്യന്മാരുടെ കൂടെ ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞിട്ട് ഒരു കഥയാവില്ലേ? മീഡിയ, വീട്ടുകാര് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ കൂട്ടി അരവിന്ദ്. വെറുതെ കേസിലൊന്നും പെടാതെ രക്ഷപ്പെടാന്ന് പറഞ്ഞ് അരവിന്ദ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒപ്പിട്ട് കൊടുത്തത്. എന്താ അരവിന്ദ് പറഞ്ഞിട്ടാണോ അപ്പൊ ഈ കടലാസിൽ സൈൻ ചെയ്തത്? സർ, ഇവൾ ഇതൊക്കെ ഇപ്പൊ മാറ്റി പറയുന്നതാ. ഇവളാ അന്ന് എന്നോട് പറഞ്ഞത് രക്ഷപ്പെടാൻ ഇതേ ഉള്ളൂ മാർഗമെന്ന്. ആ SIയുടെ ക്യാരക്ടർ കണ്ടിട്ട് ഇവളുടെ ബുദ്ധിയിൽ തോന്നിയ ഐഡിയ, എന്നിട്ട് അതിപ്പോ നമ്മുടെ തലയെ കൊണ്ടൊന്ന് ചാരുവാ. മിണ്ടരുത്, ഒരക്ഷരം നീ വേണ്ടി പോരുത്. നീ എന്താ വിചാരിച്ചേ? ഇപ്പോഴും മനസ്സിലാ വൃത്തികെട്ട വാശിയും വെച്ചോണ്ട് നടക്കുകയാണല്ലേ? ഞാനത് അറിഞ്ഞില്ല. എല്ലാം തുറന്ന് സമ്മതിച്ച് സോറി പറഞ്ഞപ്പോ നീ എന്റെ നല്ല ഫ്രണ്ട് ആയിരിക്കും ഞാൻ വിചാരിച്ച. അതുകൊണ്ടാ എല്ലാത്തിനും ഞാൻ കൂടെ കൂട്ടിയത്. ജൂഡിന് വരെ നിന്നെ അത്ര വിശ്വാസമായിരുന്നില്ലേ? എന്താ എന്താ പറഞ്ഞേ? പഴയ ചുരുക്കോ? എന്താ പറ. അത് സർ, പറയേ. അത് സർ, ഇവൻ എന്നോട് 1-2 തവണ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഒട്ടും ശരിയല്ലാത്ത രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ടവനാ ഇവൻ, വൃത്തികെട്ടവൻ. പിന്നീട് ഇവൻ വന്ന് ക്ഷമ ചോദിച്ചു. അതിനുശേഷം ഇവൻ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവന്റെ മനസ്സിൽ ആ റിവെഞ്ച് ഉണ്ടായിരുന്നു, ആ വിഷം ഉണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞില്ല സർ, അറിഞ്ഞില്ല. എല്ലാത്തിനും പിന്നിൽ ഇവനായിരുന്നു സർ. ആ റെയ്ഡ് പോലെ ഇവന്റെ ഏർപ്പാടായിരുന്നു. ഞാൻ എന്നാ നേഹയെ സംശയിച്ചത്, അവളെന്നാ വിചാരിച്ച്. പക്ഷെ കൂടെ നിന്ന് ചതിച്ചത് ഇവനോ? വൃത്തികെട്ടവനാണ് ഇവൻ, വൃത്തികെട്ടവൻ. അപ്പോ വെറുതെ അനാവശ്യം പറയരുത്. എല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നില്ലേ? കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്തത് നീയല്ലേ? മറ്റവനെ റെയ്ഡ് ഉണ്ടാക്കിയത് ജൂഡ്. അവൻ അല്ലെങ്കിൽ ഇഷ്ടമല്ലായിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള അടുപ്പം. അവൻ അവിടെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ അവൻ എന്തോ ഗുലുമാൽ ഉണ്ടാക്കാനാണെന്ന്. ഞാൻ പറഞ്ഞതല്ലേ? സർ, ഇവൻ പറയുന്ന മുഴുവൻ കള്ളമാണ് സർ, മുഴുവൻ കള്ളവൻ പറയുന്നത്. അപ്പോ ജൂഡാണ് ആ റെയ്ഡിന് പിന്നിൽ, അങ്ങനെയാണ് ഇവൻ വിശ്വസിക്കുന്നത്? വിശ്വാസമല്ല സർ, ഉറപ്പാണത്. അവനെ അത് ചെയ്യൂ. ഞാൻ ഇവിടെ കാണുന്നതും സംസാരിക്കുന്നതൊന്നും അവൻ ഇഷ്ടമല്ലായിരുന്നു. അതെങ്ങനെ നിനക്കറിയാം? അവൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സർ. അതിന്റെ പേരിൽ അവന് ഞാനുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും ഇവൾക്ക് അവനോട് വലിയ സിമ്പതിയാ. അവൻ മഹാ ഫ്രോഡാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. പല സ്ഥലങ്ങളിലും പല സിറ്റുവേഷൻസിലും പല പെൺകുട്ടികളൊത്ത് ഞാൻ അവനെ കണ്ടിട്ടുണ്ട് സർ. പക്ഷെ ഇവളോട് പറഞ്ഞാൽ ഇവളത് വിശ്വസിക്കത്തില്ല. നീയാണ് ഫ്രോഡ്, നീയാ വൃത്തികെട്ടവൻ. ഫ്രണ്ടാണെന്ന് പറഞ്ഞതിനെ ചതിച്ചത് നീയല്ലേ? ഇവൻ പറയുന്നതൊക്കെ കള്ളമാണ് സർ. ചുമ്മാതെയാണ് സർ, അവനൊരു ഫ്രോഡായിരുന്നു സർ. അവൻ കൊണ്ടു നടന്ന പെമ്പിള്ളേരിൽ ഒരുത്തി മാത്രമായിരുന്നു സർ ഇവൾ. അങ്ങനെ കൊണ്ടു നടക്കാൻ അവൻ നോക്കിയത്. ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവൾക്കത് മനസ്സിലാവുന്നില്ല സർ. അവനൊരു പെർവേർട്ട് ക്രിമിനൽ ആയിരുന്നു സർ. അവന്റെ ഈ കൾച്ചേർഡ് സോഫിസ്റ്റിക്കേറ്റഡ് ലുക്കൊക്കെ വെറും അടവാണ് സർ. സാറിനൊരു കാര്യം അറിയോ? അന്ന് കന്യാകുമാരിയിലേക്ക് അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയത് ഇവളുടെ അടുത്തേക്കാ. കണ്ടില്ലേ സർ? കുഞ്ഞിനെ നോക്ക്. എന്താ സാർ ഇത്? കുറച്ച് കൂടുതലാ. ഏത് ഇൻവെസ്റ്റിഗേഷന്റെ പേരിലാണെങ്കിലും കുറച്ച് കഷ്ടമാ. അപ്പന്റെ കണ്ടീഷൻ അറിഞ്ഞു വെച്ചോണ്ട്. നീ എന്താടാ അപ്പുവിന്റെ രക്ഷകനായിട്ട് വന്നാണോ? അതല്ല സാർ, ഒരു ക്വസ്റ്റ്യനിങ്ങിന്റെ ഭാഗമായിട്ടാണെങ്കിൽ സാർ പ്രൊസീജിയർ കീപ്പ് ചെയ്യണം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. വീട്ടിൽ കയറി വന്ന് മനുഷ്യനെ ഹരാസ് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക. ഇതാണോ പോലീസുകാർ? ഇതാണോ പോലീസുകാരുടെ രീതി? വേണ്ട, അപ്പുവിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവള് ചെയ്തോളും. ഇന്ത്യയിലെ വലിയൊരു വക്കീലുണ്ടല്ലോ, ട്രീസ സേവ്യർ, അഡ്വക്കേറ്റ് ട്രീസ. അപ്പുവിന്റെ സ്വന്തം ആളാണല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കിക്കോളും. അല്ലാതെ വേറെ പരാതി ഉണ്ടെങ്കിൽ കൊണ്ട് കൊടു. പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ മന്ത്രിയുടെ അടുത്തോ
ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പോ നീ വിഷമിക്കാതെ. ആ പോലീസുകാരന്റെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? വെറുതെ ആൾക്കാരെ മെന്റലി ടോർച്ചർ ചെയ്യാ. അയാൾക്ക് അതേ അറിയൂ. കുറച്ച് നാളുകൊണ്ട് ഈ കേസിന്റെ കാര്യം പറഞ്ഞ് മനുഷ്യന്റെ സ്വൈര്യം കെടുത്ത. അല്ല, ആ പയ്യനേതാ? നിന്റെ ഫ്രണ്ടായിരുന്നോ? ആരായാലും ജോഡിനെ കുറിച്ച് അവൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ആരെയാ ഞാൻ ഇനി വിശ്വസിക്കേണ്ടത് നീലേട്ടാ? അവൻ വന്ന് എന്നെയും ജൂഡിനെയും കുറിച്ച് ഇത്രയൊക്കെ പറയണമെങ്കിൽ വിശ്വസിക്കാൻ വയ്യ എനിക്ക്. അതിന്റെ പുറകിൽ ആരോ ഉണ്ട്, വേറെ ആർക്കൊക്കെയോ പങ്കുണ്ട്. അത് ഉറപ്പാ എനിക്ക്. ശരിയാക്കൂ, എനിക്കും അങ്ങനെ തോന്നുന്നേ. നമ്മൾ അറിയാതെ എന്തൊക്കെയോ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. ചിലപ്പോ ഇവനും കൂടി ചേർന്നിട്ടായിരിക്കോ ജൂഡിനെ ഇല്ലാതാക്കിയത്? ആയിരിക്കും. അവന്റെ മനസ്സിൽ ജൂഡിനോട് അത്രയും പകയുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ആ പോലീസുകാരൻ ഇപ്പോ അവന്റെ ആളായിട്ടാ. അവൻ പറഞ്ഞ വിശ്വസിച്ചിട്ടാ നിന്നെ ചോദ്യം ചെയ്യാൻ വന്നത്. അയാളുടെ ഉദ്ദേശം നിന്നെ ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ളതാ. മെന്റലി ഡൗൺ ആക്കുക. ഫ്രസ്ട്രേഷൻ അയാൾക്ക്. ആരാ യഥാർത്ഥ പ്രതി എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനുള്ള ഫ്രസ്ട്രേഷൻ. അതിനയാൾ തൊപ്പി ഒരു വെച്ച് പണി മതിയാക്കാ വേണ്ടത്, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നതാ പ്രശ്നം. ട്രീസേച്ചി വിളിച്ചെന്ന് പറയണം. അയാളുടെ ഷോ ഓഫ് ഇന്നത്തോടെ തീർക്കണം. ട്രീസേച്ചി ഇപ്പൊ എത്തിക്കാണും. ഞാനൊന്ന് വിളിക്കട്ടെ? വേണ്ട, ഒരു ട്രീസേച്ചിയും വിളിക്കണ്ട. ആരെയും വിളിക്കണ്ട ഈ കാര്യവും പറഞ്ഞിട്ട്. അപ്പോ അത് ശരിയാവില്ല. ട്രീസേച്ചി ഇത് അറിഞ്ഞേ പറ്റൂ. ഞാനിത് വിളിക്കാം. ട്രീസേച്ചി. എന്താ നിഖിൽ? ട്രീസേച്ചി എപ്പോ എത്തി? ഞാൻ ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു. ഇവിടെ ശ്രീറാം ചന്ദ്രശേഖർ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുക ചേച്ചി. എന്തു പറ്റി? ഇവിടെ അപ്പുന്റെ പഴയൊരു ക്ലാസ്മേറ്റിനെ കൂട്ടി വന്ന് ഇന്ററോഗേഷന്റെ പേരും പറഞ്ഞ് വലിയ സീനുണ്ടാക്കുക. ഒരു തെറിച്ച പയ്യൻ. അവൻ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അപ്പു ആകെ ഡെസ്പായിട്ടിരിക്കുക. ഒന്ന് അപ്പുവിന് ഫോൺ കൊടുത്തേ. ആ ദാ അപ്പു, ട്രീസേച്ചിയാ. വേണ്ട, എനിക്ക് ആരോട് സംസാരിക്കണ്ട. ട്രീസേച്ചി അപ്പു സംസാരിക്കേ. എനിക്ക് ആരോട് സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഇതിന്റെ പേരിൽ ആരും എന്നെ ഇനി സഹായിക്കാൻ വരണ്ട. ആരോട് സംസാരിക്കാനുമില്ല. പറഞ്ഞോണ്ട് നടക്കുന്നവർക്ക് എന്ത് വേണേലും പറയാലോ, എന്തോ ആവാലോ. പോലീസുകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തോട്ടെ. ഞാൻ എങ്ങനെയോ എവിടെയൊക്കെയോ ചെന്നുണ്ടാക്കിയ ഒരു കുഞ്ഞ്, അതല്ലേ അവര് പറയുന്നത്? പറയട്ടെ. അതിനു വേണ്ടിട്ടാണല്ലോ ഈ നാടകം. പറയുന്നവര് പറയട്ടെ. പക്ഷെ ഒന്നിനും മറുപടി പറയാൻ എന്റെ ജൂഡ് എന്റെ കൂടെ ഇല്ലല്ലോ. അവനില്ലാണ്ടായി പോയല്ലോ. ഹലോ ട്രീസേച്ചി. അവള് കുഞ്ഞിനെ ഫീഡ് ചെയ്തോണ്ടിരിക്കുക. അങ്ങോട്ട് വിളിക്കാൻ പറയാം. ആ ശരി. മീനാക്ഷി അവിടെ ഉണ്ടോ നിഖിൽ? ഇല്ല, അവള് കോളേജിൽ പോയിരിക്കുക. പക്ഷെ അവിടെ എത്തിയിട്ടില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല.
ജൂഡ് അടിമുടി ഫ്രോഡാണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. അരവിന്ദ് പറഞ്ഞതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ അത് 100% കറക്റ്റാ. പക്ഷെ ഇങ്ങനെ ഒരുത്തനെ അവന്റെ ഉള്ളു പിടികിട്ടാതെ അപ്പുവിനെ പോലെ സെൻസിബിളായ ഒരു കുട്ടി ഒരു മണ്ടിയെ പോലെ പ്രണയിച്ചു എന്ന് പറയുന്നതിൽ ഒരു അവിശ്വസനീയതയുണ്ട്. അവൾ എന്നെങ്കിലും എപ്പോഴെങ്കിലും ആ വിവരം അറിയേണ്ടതാണ്. അവരത്രത്തോളം അടുത്തിടപഴകിയതല്ലേ. സാറ് പറഞ്ഞു വരുന്നത് പോസിബിലിറ്റിയാണ് സുരേഷ്, ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. പക്ഷേ അപ്പു എന്തോ മറയ്ക്കുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പം പിടിച്ച സംഗതിയാണ്. ചിലപ്പോ ട്രീസയുമായി ഈ കേസിനെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിരിക്കും അവൾ അറിയാതെ തന്നെ മറച്ചു വയ്ക്കുന്നതാ. സാർ, പക്ഷേ അരവിന്ദ് അവനൊരു ഫ്രോഡാണെങ്കിൽ ആ പഴയ ചുരുക്ക് വെച്ചിട്ടാണ് അവക്കിട്ട് പണിയുന്നതെങ്കിൽ അങ്ങനെ ആയിക്കൂടെ സാർ? അങ്ങനെ ആവാം. പക്ഷേ അതിനപ്പുറം അതിനേക്കാൾ അധികം വിരൽ ചൂണ്ടുന്നത് അപ്പുവിനെതിരെയാണ്. അവള് പറഞ്ഞ കള്ളങ്ങൾ, ആ കള്ളങ്ങൾ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ അവൾ പറയുന്ന കാരണങ്ങൾ സില്ലിയാണ്, ഫാബ്രിക്കേറ്റഡ് ആണ്. കന്യാകുമാരി പോയ വണ്ടി, ഹോട്ടലിലെടുത്ത റൂം, അവള് പറയുന്നതിലൊക്കെ പൊരുത്തക്കേടുണ്ട് സുരേഷ്. സാർ, ആ അരവിന്ദിന്റെ കാര്യം എങ്ങനെ? ഒരു മീഡിയക്കാരനായതുകൊണ്ടുള്ള പേടിയാ. കടന്തൽ കൂടെ ഇളകിയതുപോലെ ആയിരിക്കും ആക്രമണം. പത്രസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വളഞ്ഞു കുത്തി കിടത്തേക്കളയും സാർ. അവൻ്റെ ഒരു അറസ്റ്റ് ഒന്നും അല്ലല്ലോ. അവനെ നമുക്കൊന്ന് തഴുകി തലോടി അങ്ങ് വിടാം, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അപ്പുവാണ്. നമ്മൾ ഇതുവരെ കണ്ട ആ കുട്ടി തന്നെയാണോ യഥാർത്ഥ അപ്പൂന്ന ഇപ്പോൾ എൻ്റെ സംശയം. ഹലോ, എപ്പോ? എന്നിട്ട് കുഴപ്പമില്ലല്ലോ. ശരി, ഓക്കെ എന്നാ. സാർ, സുജിത്ത വിളിച്ചത്. നമ്മുടെ മീനാക്ഷിയെ ആരോ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് മെഡിക്കൽ കോളേജ് ICU ല, കുറച്ച് ക്രിട്ടിക്കലാന്നാ പറഞ്ഞേ. വണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വിടും. ട്രാഫിക് കൺട്രോൾ, ഹലോ. ഇല്ല സാർ, ഞാനത് പ്രതീക്ഷിച്ചതാ. നോ സാർ, എന്തായാലും അവർ നേരിട്ടായിരിക്കില്ല. കൊട്ടേഷൻ ടീം ആവാനാണ് സാധ്യത. എന്തായാലും പ്രീ പ്ലാൻഡ് അല്ല സാർ. ഡീറ്റെയിൽസ് ഞാൻ വിളിച്ച് പറയാം. ICUലേക്ക് കയറുന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ വിളിക്കാം സാർ. ഞാൻ വിളിക്കാം സാർ. വരൂ സർ. വരൂ. പ്രഷർ ലെവൽ നോർമൽ ആണോ ഡോക്ടർ? സ്റ്റഡി അല്ല, വേരിയേഷൻ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്? ഡോക്ടർ, മീനാക്ഷിക്ക് കുറച്ച് ക്രിട്ടിക്കലാ. 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. തലയ്ക്ക് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ നിന്നുള്ള ബ്ലോ ആയിരുന്നു. ഇന്റേണൽ ഹെമറേജും ഉണ്ട്. ഇതുവരെ മെഡിസിൻസിനോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല. എന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ, ഏത് തരത്തിലുള്ള മെഡിക്കൽ സപ്പോർട്ടോ ഡോക്ടേഴ്സോ എവിടെ നിന്ന് വേണമെങ്കിലും അവൈലബിൾ ആക്കാം. ഈ കുട്ടിയുടെ ലൈഫ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് പ്രേ ഫോർ ദ ബെസ്റ്റ്. ഡോക്ടർ സീമ, 1 minute. എന്താ ഡോക്ടർ സംഭവിച്ചത്? എങ്ങനെയാ? ഇറ്റ്സ് ഷോക്കിംഗ് സർ.
ഞങ്ങൾ രാവിലെ മുതൽ മീനാക്ഷി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. ഞാനിന്നലെ 2-3 പ്രാവശ്യം ഓൺ ചെയ്തതുകൊണ്ട് ഇന്ന് എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്നും കൂടി മിസ്സായ ആ കുട്ടിയുടെ 1 വർഷം പോയേനെ. ഇന്ന് പ്രത്യേകിച്ച് എന്താ സംഭവിച്ചത്? ഇന്ന് രാവിലെ മീനാക്ഷിയെ കാണാതായപ്പോ ഞാൻ ആകെ വെറീഡായി. വീണ്ടും ഉഴപ്പാണോ എന്ന് കരുതി. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. വീണ്ടും ഞാൻ വീട്ടിൽ വിളിച്ച് അന്വേഷിച്ചു. ഹസ്ബൻഡ് പറഞ്ഞപ്പോഴാ ആളിവിടെ എത്തിയെന്ന് മനസ്സിലായത്. സെക്യൂരിറ്റി വിളിച്ച് അന്വേഷിച്ചപ്പോ രാവിലെ മെയിൻ ഗേറ്റിൽ കൂടെ തന്നെ മീനാക്ഷി അകത്തു വന്നു എന്നറിഞ്ഞു. അപ്പോഴും എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് അവൾ എവിടെയോ പോയി കിടക്കുക. ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി. പക്ഷേ ഇതിന്റെ സീരിയസ്നെസ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോവെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് റിയലി ഷോക്കിംഗ് സർ. സർ, ഇതാണ് പ്രകാശൻ. നമസ്കാരം സർ. പ്രകാശിനെ മീനാക്ഷിയെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ അറ്റൻഡർ ആണ് സർ. സാർ, ചേട്ടാ ICU അതിലേ പോയാൽ മതി. അവിടെയോ? ശരി സാർ, ഞാൻ വിളിക്കാം സാർ. പ്രകാശിനെ എവിടെ വെച്ചാ മീനാക്ഷിയെ കണ്ടത്? മോർച്ചറിയുടെ ഭാഗത്താ. അവിടെ പഴയ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോകുന്ന വഴിയേതാ? മീനാക്ഷിക്ക് പുറകെ കൂടെ നിഖിൽ, സർ. പുറകെ കൂടിയോ? മീനാക്ഷിക്ക് കുഴപ്പമൊന്നുമില്ല. ഒബ്സർവേഷനില്ല. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. സാർ, എന്റെ മീനാക്ഷി. ഏയ്, ഒന്നും സംഭവിക്കില്ലെന്നെങ്കിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അല്ല മാം, എനിക്ക് മീനാക്ഷി ഒന്ന് കാണാൻ പറ്റുമോ? നിഖിൽ അകത്തേക്ക് ചെല്ലൂ. ഡോക്ടർ അകത്തുണ്ട്. പ്രകാശ്, വാ. സാർ, ഇവിടെ ചെറിയ പിടിവലി നടന്ന ലക്ഷണമുണ്ട്. പ്രകാശൻ എടുത്തോണ്ട് ഓടുന്ന കണ്ടപ്പോഴാ. പക്ഷെ മീനാക്ഷിയാണെന്ന് പിന്നെയാ മനസ്സിലായത്. അവിടെ ക്ലോസ് ചെയ്തിരിക്കുക. അങ്ങോട്ടൊന്നും ആരും പോകാറേ ഇല്ല. പ്രകാശൻ എങ്ങനെ അറിഞ്ഞത്? ഇവിടുത്തെ ഒരു പേഷ്യന്റ് എന്നോടൊന്ന് പറഞ്ഞത്. അവിടെ ഒരു കുട്ടിയുടെ ഞരക്കവും ശബ്ദവും കേട്ടെന്ന്. ഞാനവിടെ ചെന്നപ്പോഴാ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. പ്രകാശൻ ചെന്നപ്പോ മീനാക്ഷിക്ക് ബോധം ഉണ്ടായിരുന്നു? ചെറിയൊരു ഞരക്കമുണ്ടായിരുന്നു സാർ. പിന്നെ ഞാൻ എന്താ ഏതാന്ന് നോക്കിയില്ല. കോരി എടുത്തോണ്ടങ്ങ് പോയി. വേറെ ആരും ഇല്ലായിരുന്നു അവിടെ? എന്നോട് വിളിച്ചു പറഞ്ഞ പേഷ്യന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫാർമസി നിൽക്കുന്നവരും. ദേ അങ്ങോട്ടാണ് സാർ. ശ്രുതി, മീനാക്ഷി രാവിലെ ഇവിടെ വന്നിരുന്നോ? ഇല്ല ഡോക്ടർ, കുറെ ദിവസമായി കണ്ടിട്ട്. വൈകുന്നേരം കാണാന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരും മീനാക്ഷിയെ കണ്ടിട്ടില്ല? ഇല്ല സർ. എപ്പോഴാ അറിഞ്ഞത് മീനാക്ഷിയുടെ കാര്യം? പ്രകാശൻ എടുത്തോണ്ട് ഓടുന്ന കണ്ടപ്പോഴാ. പക്ഷെ മീനാക്ഷിയാണെന്ന് പിന്നെയാ മനസ്സിലായത്. പ്രകാശ്, വരും. സാർ, ഇതാ സാർ. അങ്ങോട്ടുള്ള പഴയ എൻട്രൻസ് ഇതാ ക്ലോസ് ചെയ്തിരിക്കുക. ഇതല്ലാതെ വേറെ വഴിയില്ലേ? പിന്നെ വേറൊരു വഴി മോർച്ചടിയുടെ സൈഡിൽ കൂടെയാ. അതുവഴി മനുഷ്യർക്കാർക്കും പോകാൻ പറ്റത്തില്ല. ഡ്രെയിനേജ് പൊട്ടിക്കിടക്കുക. ഭയങ്കര സ്മെല്ലും. അതേതാ? ദേ ഈ വഴിയാ. സാർ, ഇവിടെ ആ കുട്ടി കിടന്നത്. ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. ഇത് തുറക്കത്തില്ല സാർ. വഴി അതിലേ കൂടെയാ. സുരേഷ്, അതിലേ ഒന്ന് കറങ്ങി വാ. ശരി സാർ, വരൂ. ഇത് തുറക്കാറേ ഇല്ലേ? ഇല്ല സാർ, ഒരുപാട് നാളായി. ഇത് തുരുമ്പെടുത്ത് കിടക്കുക. പ്രകാശം മീനാക്ഷി എടുത്തോണ്ട് പോകുമ്പോ അവളെന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നോ? ആരുടെയും പേരോ വാക്കോ അങ്ങനെ എന്തെങ്കിലും? കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാർ. അങ്ങനെയൊന്നും ആലോചിക്കാനുള്ള സമയവും സാവകാശവും അല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ചിന്ത. സുരേഷ്, അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. സാർ, ഇവിടെ ചെറിയ പിടിവലി നടന്ന ലക്ഷണമുണ്ട്. അതൊന്ന് മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചേ. ഇപ്പൊ വന്ന വഴി അല്ലാണ്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല സാർ, അപ്പുറത്ത് മോർച്ചറിയാ. അതിനപ്പുറത്ത് ഒരു മതിലും ഉണ്ട്. ഡോ ഇങ്ങ് വാ, സാർ വിളിക്കുന്നു. ഇതാ കണ്ടു എന്ന് പറഞ്ഞു. വേഗം വാ. ഇവിടെ വന്നേക്ക്. എന്താ അയാളുടെ പേര്? സുധാരൻ. ഇയാൾക്കെന്താ അസുഖം? ചുമയാ സാറേ. ശ്വാസകോശത്ത് എന്തോ കുഴപ്പം. ഇളയ ചെറുക്കനാ കൊണ്ടുവന്ന് കിടത്തിയത്. നിങ്ങൾ ജനറൽ വാർഡില്ല? അതെ, തറയിൽ കിടക്കുക. 1-2 ആഴ്ചയായി. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ രോഗികളൊന്നും വരാറില്ലല്ലോ. സത്യം പറയാലോ സാറേ, ഒരു പുക എടുക്കാൻ വേണ്ടി വന്നതാ. മോനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ സമ്മതിക്കുകയല്ല. പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും. അതുകൊണ്ടാ ഇവിടെ കയറിയിരുന്ന. ഒന്ന് പോയിക്കാലോ. ഇവിടെ വന്നപ്പോൾ എന്തോ തട്ടലും മുട്ടലും ഒക്കെ കേട്ടു. ഒരു കൊച്ചിന്റെ കാര്യത്തിൽ എനിക്ക് നോക്കാൻ പേടിയായിരുന്നു സാറേ. അതുകൊണ്ടാ ഇയാളോട് പറഞ്ഞത്. സാർ, ഇത് ഇവിടെ നിന്ന് കിട്ടിയതാ.